മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിട്ട് മറുപടിയായിട്ട് പാകിസ്ഥാനെതിരെ എന്തുകൊണ്ടാണ് ശക്തമായിട്ട് സൈനിക നടപടി ഈ സമയമായിട്ടും നടക്കാത്തത് എന്ന് കുറച്ച് ആളുകൾ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ നിരന്തരം ചോദ്യം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യം എങ്ങനെയെങ്കിലും കുട്ടിച്ചോറാക്കണം എന്ന് കരുതുന്ന കുറച്ച് ആളുകളും ഇതേ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അടിക്കാനൊന്നും ആവുന്നില്ല എന്ന് പറഞ്ഞ് അത്തരം സകല ആളുകളും കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഈ ഒരു തിരിച്ചടി വൈകിപ്പിക്കുന്നത്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് സംഘപരിവാർ സഹയാത്രികൻ കൂടിയായിട്ടുള്ള ജിതിൻ കെ ജേക്കബ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഈ ഒരു പോസ്റ്റിൽ ഒരു ചെറിയ ഭാഗത്ത് എനിക്ക് വ്യക്തമായിട്ട് വിയോജിപ്പുള്ള ഒരു ചെറിയ ഭാഗവുമുണ്ട്. ഞാനത് വായിച്ചെത്തുന്ന സമയത്ത് എടുത്തു പറയുകയും ചെയ്യാം. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ രാജ്യത്തുള്ള ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളാൽ, ആ ഭീകരവാദികളാലാണ് ഈ ഒരു വിഷയങ്ങളിലെ പല കാര്യങ്ങളും നടക്കുന്നത് എന്ന്. ഞാൻ ഏതായാലും അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. പ്രതിരോധം മറന്ന് ഗോളടിക്കാൻ പോയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം വളരെ വലുത് ആയിരിക്കും എന്ന് പറയേണ്ടല്ലോ. ഇസ്രായേലിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ആ രാജ്യത്തെ ജനങ്ങൾ എല്ലാം ഒറ്റക്കെട്ടായി നിന്നു. വിദേശത്തുള്ള ജൂതന്മാർ എല്ലാം ഇസ്ലാമിക തീവ്രവാദികളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ അടുത്ത വിമാനങ്ങളിൽ ഇസ്രായേലിലേക്ക് പറന്നിറങ്ങി. പക്ഷെ ഇന്ത്യയുടെ കാര്യം അങ്ങനെ അല്ല. കശ്മീരിൽ ഉണ്ടായ ഭീകര ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള കലാപം ഉണ്ടാകില്ല എന്ന് ആർക്ക് പറയാൻ കഴിയും? ഇസ്ലാമിക തീവ്രവാദികളാൽ കൊല്ലപ്പെട്ട നിരപരാധികളായ മനുഷ്യർക്ക് വേണ്ടി ഇന്ത്യയിൽ നടന്ന പ്രതിഷേധത്തിൽ പാകിസ്ഥാൻ പതാക പോലും കത്തിക്കാൻ സമ്മതിക്കില്ലത്രേ. പാകിസ്ഥാൻ പതാക കത്തിച്ചാൽ അല്ലെങ്കിൽ റോഡിലിട്ടാൽ ഒരു കൂട്ടർക്ക് സഹിക്കുന്നില്ല പോലും. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇവരുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. അങ്ങ് പാകിസ്ഥാനിൽ ഇന്ത്യയുടെ ബോംബ് വീണാൽ കരച്ചിൽ ഇന്ത്യയുടെ അകത്ത് തന്നെ ആയിരിക്കും. പാകിസ്ഥാൻ നദീജലം നൽകാത്തത് മനുഷ്യത്വമല്ല, പാകിസ്ഥാന് നദീജലം നൽകാത്തത് മനുഷ്യത്വമല്ല എന്ന് പറഞ്ഞ് മറ്റൊരു പ്രതിഷേധവും നടക്കുന്നുണ്ട് എന്നോർക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കശ്മീർ ഭീകര ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യയിൽ ഒരു വിഭാഗം അതിനെതിരെ തെരുവിലിറങ്ങുമെന്ന് ഞാൻ ഭയക്കുന്നുണ്ട്. ഇന്ത്യക്ക് അകത്തെ പാകിസ്ഥാൻ അനുകൂലികളെ അടിച്ചമർത്താതെ പാകിസ്ഥാന് മറുപടി കൊടുക്കാൻ പോകുന്നത് അബദ്ധമാണ് എന്നേ ഞാൻ പറയൂ. പ്രത്യേകിച്ച് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ അവർ പ്രാദേശിക പിന്തുണയോടെ വ്യാപകമായ അക്രമം അയച്ചുവിട്ടേക്കാം. ഇന്ത്യയെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന 60 കിലോമീറ്റർ നീളവും 22 കിലോമീറ്റർ വീതിയുമുള്ള, ചിലയിടങ്ങളിൽ 13 കിലോമീറ്റർ മാത്രം വീതിയുള്ള ചിക്കൻ നെക്ക് സിലിഗുരി കോറിഡോർ പിടിച്ചെടുക്കാൻ ഉള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കാം. ഈ അടുത്ത് ഏകപക്ഷീയമായി കലാപമുണ്ടായ ബംഗാളിലെ മുർഷിദാബാദ് എന്ന സ്ഥലം ഇതിന് വളരെ ദൂരെ അല്ല എന്നോർക്കണം. കേന്ദ്രസേന അവിടെ കലാപം അടിച്ചമർത്താൻ എത്തിയപ്പോഴേക്ക് ഭൂരിപക്ഷം ജനതക്കും എന്തു പറ്റിയിരുന്നു എന്നത് നമ്മൾ കണ്ടതാണ്. ബംഗ്ലാദേശിന്റെ പിന്തുണയോടെ ഈ ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന മേഖല അവർ കലാപം നടത്തി പിടിച്ചെടുത്താൽ ഇന്ത്യ രണ്ടായി വിഭജിക്കപ്പെടും എന്ന് മാത്രമല്ല, അത് രാജ്യത്തിന്റെ ഏറ്റവും വലിയ പരാജയവുമായി മാറും. അവിടെയൊക്കെ പാകിസ്ഥാൻ ഉപയോഗിക്കുക ഇന്ത്യയിലെ സ്ലീപ്പർ സെല്ലുകളെ തന്നെ ആയിരിക്കും. ഇന്നലെ ഒറ്റ ദിവസം തന്നെ 1000-ലധികം ബംഗ്ലാദേശികളെയാണ് ഗുജറാത്തിൽ നിന്ന് പിടികൂടിയത്. ഗോവയിലും ഡൽഹിയിലും ഇതേ ഓപ്പറേഷൻ നടക്കുന്നു. ഗുജറാത്തിൽ 1000 അനധികൃത ബംഗ്ലാദേശികളെ പിടികൂടി എങ്കിൽ കേരളത്തിൽ നിന്ന് എത്രയായിരം പേര് ഉണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ നിന്ന് അനധികൃതമായി വന്നു കയറിയ ബംഗ്ലാദേശികളെ പിടികൂടിയാൽ എന്തൊക്കെ നടക്കും എന്നതും പറയേണ്ടല്ലോ. ഇത്രയും കാലം ഇന്ത്യയിലെ ആഭ്യന്തര അന്വേഷണ ഏജൻസികൾ ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ എത്രത്തോളം ഉദാസീനർ ആയിരുന്നു എന്ന് ആലോചിച്ചു നോക്കൂ. 26 നിരപരാധികളായ മനുഷ്യരുടെ രക്തസാക്ഷിത്വം വേണ്ടി വന്നു ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയുടെ വൻ വീഴ്ചകൾ രാജ്യത്തിന് മനസ്സിലാക്കാൻ. ഈ ഒരു വിഷയത്തിലാണ് എനിക്ക് കൃത്യമായിട്ട് വിയോജിപ്പുണ്ട് എന്ന് ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറഞ്ഞത്. നമ്മുടെ രാജ്യത്തെ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം എന്നതിലപ്പുറം ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ.
ലോകത്തിലെ ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള ഇസ്രായേലിലേക്ക് പോലും ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ, തീവ്രവാദികൾ കടന്നു കയറിയിട്ട് 1200-ലധികം ആളുകളെയാണ് കൂട്ടക്കൊല ചെയ്തിട്ടുള്ളതൊക്കെ. അതേപോലെ അമേരിക്ക എടുത്തു നോക്കിയാൽ, ലോകത്തെ ഏത് മുൻനിര രാജ്യം എടുത്തു നോക്കിയാലും, ലോകത്തേത് രാജ്യം എടുത്തു നോക്കിയാലും ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ വലിയ രീതിയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് പലപ്പോഴും തടയാൻ സാധിക്കാത്തത്? ഒന്ന്, രാജ്യത്തിനകത്ത് തന്നെ വലിയ രീതിയിൽ അവരെ സഹായിക്കാൻ ആളുകൾ ഉണ്ടാവുന്നു. അത് വലിയൊരു വിഷയമാണ്. അതായത് മരിച്ച പ്രശ്നമല്ല, ആ ചിന്തയുമായിട്ട് പൊട്ടിത്തെറിക്കാൻ വരുന്നൊരു ഒരു അവസ്ഥ, ഒരു സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത്തരം ഒരുപാട് ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്തും നടത്തിയിട്ട് നമ്മുടെ രാജ്യത്ത് ഈ ഒരു ആക്രമണം മാത്രമാണല്ലോ ഉള്ളത്. ഇതൊരു സുരക്ഷാ വീഴ്ച എന്ന് പറയുമ്പോൾ നമ്മുടെ സൈനികര്, നമ്മുടെ ഉദ്യോഗസ്ഥന്മാര്, നമ്മുടെ ഭരണകൂടം വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്തിന് വലിയ സുരക്ഷാ വലയം സൃഷ്ടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ഒറ്റ പ്രശ്നത്തിന്റെ പേരിൽ വലിയ പ്രശ്നമുണ്ട് എന്ന് പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല. മറ്റെല്ലാ വിഷയങ്ങളും ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് വളരെ വ്യക്തമാണ്, വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. തുടർന്ന് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. പാകിസ്ഥാനെ ഇപ്പോൾ കയറി ആക്രമിച്ചാൽ ഇന്ത്യക്ക് അകത്ത് തിരിച്ചടി ഉണ്ടാകുമെന്നുകൂടി കണ്ടിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അതിന് മുതിരാത്തത് എന്നത് ഉറപ്പാണ്. പാകിസ്ഥാന് തുർക്കിയും ചൈനയും പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞ് രോഷം കൊള്ളുന്നവർ കാണുന്നില്ലേ പാകിസ്ഥാൻ ഇന്ത്യക്കകത്ത് നിന്ന് കിട്ടുന്ന പിന്തുണ? ഇന്ത്യക്കകത്ത് പാകിസ്ഥാന്റെ പതാക കത്തിക്കാൻ പോലും ഭയക്കേണ്ട അവസ്ഥയാണ് നിലനിൽക്കുന്നത്. പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ സൈനിക മറുപടിയാണ്. അത് അവർക്ക് അനുഗ്രഹമാണ്. സാമ്പത്തികമായി തകർന്നു കിടക്കുന്ന പാകിസ്ഥാൻ അവിടുത്തെ ജനങ്ങളുടെ രോഷം തണുപ്പിക്കാൻ ഇന്ത്യയുമായുള്ള യുദ്ധം ആവശ്യമാണ്. അങ്ങനെ വന്നാൽ പിന്നെ മതവും ദേശീയതയും പറഞ്ഞ് ജനങ്ങളുടെ എതിർപ്പ് അവർക്ക് ഇല്ലാതാക്കാം. കൂടാതെ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ഇന്ത്യ ആണെന്ന് പറഞ്ഞ് പ്രചരണം നടത്തുകയും ചെയ്യാം. പക്ഷെ കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ വ്യക്തമായ അറിവ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് എടുത്തു ചാടി പ്രതികരിക്കാതെ ഇന്ത്യയിലെ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ വേണ്ടി ഇപ്പോൾ തിരക്കിട്ട സെക്യൂരിറ്റി ഓപ്പറേഷൻസ് നടക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് അകത്തുള്ള സുരക്ഷാ വീഴ്ചകൾ അത്രയ്ക്ക് ഉണ്ട്. അത് ശരിയാകാതെ പാകിസ്ഥാനെ 2353 തവണയും പാഠം പഠിപ്പിക്കാൻ പോയാൽ ആദ്യം പറഞ്ഞതുപോലെ പ്രതിരോധം മറന്ന് ഗോൾ അടിക്കാനുള്ള ശ്രമം പോലെ ആയിത്തീരും. പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് പോലെ ആ അബദ്ധം ഇന്ത്യ കാണിക്കില്ല. അതുകൊണ്ട് പാകിസ്ഥാന് ഇപ്പോൾ ഇന്ത്യ മറുപടി കൊടുക്കുമെന്ന് കരുതി ആരും ആവേശത്തോടെ കാത്തിരിക്കേണ്ട. അതിന് സമയമെടുക്കും, ക്ഷമ വേണം. നിങ്ങൾ കേട്ടില്ലേ വളരെ വ്യക്തമായിട്ട് എന്തുകൊണ്ടാണ് പരമാവധി വൈകിപ്പിച്ച് കാര്യങ്ങൾ വളരെ ശക്തമായ രീതിയിൽ കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്നത് എന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള കുറച്ച് അധികം ആളുകൾ ഉണ്ട് എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കേരളത്തിന്റെ നഗരങ്ങളിൽ, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ തന്നെ ഒരു പാകിസ്ഥാൻ പതാക ഒറ്റയ്ക്ക് പോയിട്ട് കത്തിക്കാൻ കുറച്ച് പ്രശ്നം, കുറച്ച് ഭയം ഉണ്ടാവും. ആ ഒരു സാഹചര്യം പല സ്ഥലങ്ങളിലുമുണ്ട്. നമ്മൾ കണ്ട് റോട്ടില് പാകിസ്ഥാൻ പതാക ഒട്ടിച്ച് പ്രതിഷേധിച്ചതിന് അതിനെ പ്രതിരോധിക്കാൻ ആളുകൾ രംഗത്ത് വരിക. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കാസർഗോഡ് നിന്ന് മറ്റൊരു വാർത്ത കേട്ടു. ഒരു മീൻ കടക്കാരന്, ആസാം സ്വദേശിയ, പാകിസ്ഥാന് വേണ്ടി ഓരോ പോസ്റ്റുകളുമായിട്ട് രംഗത്ത് വന്നത്. ഇത്തരം എത്ര മീൻ കടകളിൽ നിന്ന് നമ്മുടെ രാജ്യം പാകിസ്ഥാന് നേരെ ശക്തമായ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ എത്ര മീൻ കടകളിൽ നിന്ന് ആളുകൾ ചാടി വീഴും എന്നുള്ളതൊരു ഭയത്തോടു കൂടി തന്നെ ചിന്തിക്കേണ്ട ഒരു വിഷയം. പക്ഷേ നമ്മുടെ കേന്ദ്ര സർക്കാർ സകല രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ പൗരത്വമുള്ള സകലരെയും നാട് കടത്തുന്നു, രാജ്യം കടത്തുന്നു. ഇവിടെ നിൽക്കാൻ 48 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണമെന്ന് കൃത്യമായ നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ കൊടുത്തത് പാകിസ്ഥാൻ പൗരന്മാര്. അങ്ങനെ ശക്തമായിട്ടുള്ള പരിശോധനകൾ നമ്മുടെ രാജ്യത്തിന് അകത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്രവാദ സംഘടനകളെ നമ്മുടെ രാജ്യത്ത് നിരോധിച്ചത് കൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ അനുകൂല പ്രകടനങ്ങൾ ഇവിടെ നടക്കാത്തത് എന്നും സകല ആളുകളും തിരിച്ചറിയണം. സകല ആളുകളും ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ആദ്യം തന്നെ നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരു പ്രശ്നവും വരാത്ത രീതിയിലുള്ള നീക്കങ്ങളാണ്
ആദ്യ ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അതിർത്തിയിൽ സർവ്വസന്നാഹങ്ങളും ഒരുക്കി പാകിസ്ഥാനെ ആക്രമിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുക്കുന്നുണ്ട്. ഈ സമയം വൈകുന്നതിൽ ആരും തന്നെ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട. നമ്മുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ശക്തമായ രീതിയിൽ തന്നെ പാകിസ്ഥാനെ കയറി അടിക്കുമെന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.